കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഇന്ന് നമ്മളെ ഭക്തരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴുത് പ്രാർത്ഥിച്ച് നേരെ ഗുരുവായൂരപ്പൻ്റെ ഗോപുരവാതിൽ തുറന്ന് അകത്തേക്ക് പോകാം. അങ്ങനെ നമ്മൾ വരുമ്പോൾ ആ വാതിൽപ്പടിയുടെ അവിടെ എത്തി. അത്യാവശ്യം നല്ല തിരക്കാണ്, ഞായറാഴ്ച അല്ലേ. ഇന്ന് ഏകദേശം ഒരു സമയത്തും കുറച്ച് സമയം മാത്രമാണ് നേരെ ഫ്ലൈ ഓവർ കയറിയിട്ടുള്ള ദർശനം ഉണ്ടായിട്ടുള്ളൂ. ബാക്കി സമയം മുഴുവൻ കൊടിമരത്തിലൂടെ ആയിരുന്നു. ഇപ്പോൾ 2-2:15 കഴിഞ്ഞു. 2:30 ആകുമ്പോഴാണ് ഇപ്പോൾ ക്ലോസ് ചെയ്യണത്. വളരെ നല്ല തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ അത് തന്നെ, ഇന്നലെ പിന്നെ ശുദ്ധിയൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ പ്രകാശധാര നമ്മളിലേക്ക് എത്തുകയാണ്. അങ്ങനെ നമ്മൾ ഇടത്തെ ഭാഗത്തേക്കൊന്ന് നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. അത് കഴിഞ്ഞ് വലത്തെ ഭാഗത്തെ തൂണിൽ നോക്കിയിട്ടൊന്ന് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ നമ്മളിങ്ങനെ പോരുകയാണ്. അങ്ങനെ പോരുമ്പോൾ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ഒരു താമര ഇങ്ങനെ കാണുന്നു, ഒരു ചെറിയ താമര. ആ ചെറിയ താമര ഇങ്ങനെ ഇതളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നു. അതിൻ്റെ മുകളിൽ 2 കാലുകൾ കാണുന്നു, കാൽത്തളകൾ കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് പട്ടുകോണമൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ചെറിയ ഒരു കുട്ടിയാണ്, ചെറിയ ഉണ്ണുണ്ണിയാണ്. ആ കുട്ടിയെ കാണാൻ എന്താ രസം എന്നറിയോ? അങ്ങനെ വലിയ വീതിയുള്ള അരഞ്ഞാണം ആണ്, നല്ല വലിയ രീതിയിലുള്ള അരഞ്ഞാണം ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കുമ്പ. അങ്ങനെ നോക്കുമ്പോൾ ഒരു മാങ്ങാമാല കാണാനുണ്ട്, ഒരു വളയം പോലത്തെ മാലയുണ്ട്, ഒരു പതക്കം പോലത്തെ മാലയുണ്ട്. അങ്ങനെ 2-3 മാലയുണ്ട്. പിന്നെ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കൈവളകൾ കാണാനുണ്ട്, തോൾവളകളുണ്ട്, ചെവിപ്പൂക്കളുണ്ട്. അങ്ങനെ നോക്കി വരുമ്പോൾ ആ പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു കയ്യിൽ, വലത്തെ കയ്യിൽ വെണ്ണയാണ്, വെണ്ണ ഉരുളുണ്ട്. ഇടത്തെ കയ്യിൽ ഓടക്കുഴലുണ്ട്. അപ്പോൾ താമരക്കണ്ണനായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. താമരക്കണ്ണൻ ഓടക്കുഴലും വെണ്ണയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. എനിക്ക് തോന്നുന്നു വസ്ത്രം ഉടുപ്പിക്കാൻ വേണ്ടിയിട്ടേ, പട്ട് ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് യശോദാമ്മ വരണേ ഉള്ളൂന്നാണ് തോന്നുന്നത്. അതിൻ്റെ മുമ്പ് വന്ന് നിന്നത് അവിടെ നമ്മളെയൊക്കെ കാണാൻ വേണ്ടി ധൃതിയായിട്ടേ, തിരക്കായിട്ട്. ഭക്തരെല്ലാവരും അവിടെ പിന്നെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം വരട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. നല്ല രസമാണ് കാഴ്ച. നല്ല പുന്തിരി, നല്ല എന്താ പറയുക, മന്ദഹാസം. എല്ലാ ഭക്തരും എത്ര ദുഃഖം ഉണ്ടെങ്കിലും ആ ദുഃഖങ്ങളെല്ലാം ഭഗവാന്റെ ഒരു പുഞ്ചിരിയിൽ അലിഞ്ഞു പോവും. ആ ഒരു ദർശനഭാഗ്യമാണെന്ന് ശ്രീലകത്തുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ചുവന്നതും വെളുത്തതുമായ തെച്ചിപ്പൂവും വെളുത്ത പൂവായിട്ടുള്ള മാലയാണ്, ഉണ്ടമാലയാണ്. അങ്ങനെ 2 മാലകൾ കാണാനുണ്ട്. തിരുമുടിമാല ഉണ്ട്. തിരുമുടിമാല തുളസി തെച്ചിയായിട്ടുള്ളതും തുളസി മാത്രമായിട്ടുള്ളതും, അങ്ങനെ 2 പിന്നെ വിധാനമായിട്ട് 4 മാലകൾ തുളസി ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ചതുർബാഹുവായ വിഗ്രഹം മുഴുവൻ മാലാലങ്കൃതമാണ് കളഭാലങ്കാരത്തിലുള്ളത്. നല്ല രസമാണ് കാണാൻ. എല്ലാവരും ഇപ്പോൾ ആ സോപാനപ്പടിയിലാണ്. എന്നെ ശ്രവിക്കുന്ന സമയത്ത് എല്ലാവരും ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കാണുകയാണ്, താമരക്കണ്ണനെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട്. എല്ലാവരും കണ്ടോളൂ കേട്ടോ. മനസ്സ് നിറഞ്ഞ് മനസ്സിൽ സങ്കല്പിച്ച് കാണുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ നമ്മളെ മനസ്സിലേക്ക് എത്തും. എല്ലാവരും കണ്ടോളൂ. അങ്ങനെ കണ്ടു കഴിഞ്ഞ് നമ്മൾ പതുക്കെ അവിടുന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നേരെ തെടപ്പള്ളിയിലേക്ക് നോക്കി തൊഴുകയാണ്. തെടപ്പള്ളിയിലെ ഗണപതി ഹോമവും അതുപോലെ ഭഗവാന് നേദ്യം ഉണ്ടാക്കുന്ന ഏറ്റവും ഉള്ള ഏറ്റവും നല്ല സ്ഥലം, പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ കണ്ടു തൊഴുക. പിന്നെ അഗ്നികോണിൽ വലി തൂവുന്ന
കോണിൽ ഒന്ന് നോക്കി തൊഴുതു. അങ്ങനെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ വിഘ്നേശ്വരൻ്റെ അവിടെ എത്തി. വിഘ്നേശ്വരൻ്റെ അവിടെ എത്തിയിട്ട് വിഘ്നേശ്വരനെ കാണുകയാണ്. അവിടെയും വളരെ സന്തോഷത്തിലാണ്. ആ കൊമ്പും തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പൊട്ടൊക്കെ സ്വർണത്തിൻ്റെ പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട്. മാലകളൊക്കെ ധാരാളമുണ്ട്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഹനുമാൻ. അത് കഴിഞ്ഞിട്ട് സരസ്വതി ദേവിയുടെ ആ ഒരു വിഗ്രഹം കാണാം, ഫോട്ടോ കാണാം. അപ്പോൾ അവിടെയും നല്ല തെച്ചിപ്പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ടു തൊഴുതു. അത് കഴിഞ്ഞ് നേരെ വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി കണ്ടിട്ട് ഗണപതിയുടെ ചെറിയ വിഗ്രഹമുണ്ട്, അത് കണ്ടു വരാം. അത് കഴിഞ്ഞാൽ മത്സ്യം, കൂർമ്മം, വരാഹ, നരസിംഹ വരെ മേൽശാന്തിയുടെ വലത്തേ വശത്തുണ്ട്, നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞ് മേൽശാന്തിയുടെ അപ്പുറത്താണ് വാമന രൂപമൊക്കെ ഉള്ളത്. അപ്പോൾ മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇന്ന് ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ ഉണ്ടായിരുന്നത് മുന്നൂലം ഭവേഷോദിക്കനാണ്. വളരെ നന്നായിട്ടുള്ള അലങ്കാരമായിരുന്നു. അദ്ദേഹം അവിടെ ഇരിക്കണുണ്ട് ഓദിക്കാൻ. അപ്പോൾ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ അനന്തപത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. അവിടെ നിറയെ പൂക്കളാൽ അലങ്കൃതമാണ്. അത് കഴിഞ്ഞ് നേരെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അത് കഴിഞ്ഞാൽ നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അത് കണ്ടു കഴിഞ്ഞ് നേരെ അങ്ങനെ കൃഷ്ണനെ കണ്ട് ആ മുരുകനൊക്കെ ഈ നാളെ മറ്റന്നാൾ തൈപ്പൂയായി. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രസാദം അവിടെ കാണാനുണ്ട്. അത് കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിറയെ സിന്ദൂരമുണ്ട്, ഒരു വെറ്റിലമാലയും ചാർത്തിയിട്ടുണ്ട്. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അഗോഗത അചാട്യം വാക്പടുത്വം ഹനുമത് സ്മരണ ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമീനെ കണ്ട് തൊഴുതു. ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുതു. നേരെ ഓവിൻ്റെ അവിടെ എത്തിയിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഗ്രില്ലിനപ്പുറത്തേക്ക് അപ്പുറത്തുള്ള കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പം ഇന്ന് അകത്തും പുറത്തുമൊക്കെ താമരക്കണ്ണനാണ്. അങ്ങനെ അവിടെ കണ്ട് തൊഴുതു. മണിക്കിണർ നോക്കി തൊഴുതു. അത് കഴിഞ്ഞ് ആ നൃത്തറയിലേക്ക് നോക്കിയാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്നതായിട്ട് ഇങ്ങനെ കാണാം. കണ്ട് തൊഴുത് നേരെ വടക്കേ വശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും കൃഷ്ണ അട്ട വിഗ്രഹമൊക്കെ കണ്ട് നാരദരെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തിറങ്ങി നേരെ പ്രസാദ കൗണ്ടറിൽ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞാൽ നമുക്ക് എടത്തിരികത്തുകാവിലെ ഭഗവതിയെ കാണാം. അവിടെ വന്ന് കണ്ട് തൊഴാം. ഇപ്പോൾ താലപ്പൊലിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രസന്നതയിലാണ്. അപ്പോൾ എല്ലാവരും തൊഴുതോളും. ഒന്ന് ചുവന്ന പട്ടൊക്കെ ധരിച്ചിട്ട് വലിയ വട്ടത്തിലുള്ള പൊട്ടൊക്കെ വെച്ചിട്ടാണ് അമ്മ നിൽക്കുന്നത്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുതു. ഇനി കുറച്ചിങ്ങോട്ട് പോന്ന മമ്മിയൂരപ്പനെ വന്ന് കാണാം. മമ്മിയൂരപ്പനെ മനസ്സിൽ സ്മരിക്കുക. അങ്ങോട്ട് നോക്കിയിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ നമ്മുടെ മനസ്സിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നേരെ ആ കൊടിമരമൊക്കെ നോക്കിയിട്ട് തൊഴാം. ഇന്നിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, എന്നാലും അതിലൂടെ പോവാം. നമസ്കരിക്കാൻ പറ്റില്ല, നല്ല തിരക്കല്ലേ. അപ്പോൾ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഒന്നുകൂടി ശ്രീകോവിലിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ താമരയിലുള്ള പൊന്നുണ്ണിക്കണ്ണൻ എണ്ണക്കണ്ണൻ ഇങ്ങനെ നിൽക്കണ കാണാം. അപ്പോൾ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ
നേരെ വന്ന് കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴുക. അവിടെ ആ കിടാവിളക്ക് ഇങ്ങനെ കത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമീനെ കണ്ട് അവിടെ നിന്ന് മഞ്ഞ പട്ടമൊക്കെ എടുത്തിട്ടാണ് അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. മുഖത്ത് ചന്ദനമൊക്കെ തേക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കിരീടമൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമീനെ കണ്ട് ഒരു പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറ് നടയിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ ദീപസ്തംഭത്തിലെ വേണുഗോപാല സ്വരൂപം കാണാം, കൊടിമരത്തിലെ വേണുഗോപാല സ്വരൂപം കാണാം. അതൊക്കെ കണ്ട് തൊഴുക. അപ്പോൾ നമ്മളിന്നും ഉച്ചപൂജ അലങ്കാരം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ടു. അതുപോലെ കളഭാലങ്കാരം കണ്ടു. എന്നെ ശ്രവിക്കുന്ന എല്ലാവരും കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ ഞാൻ പറയുന്ന ഓരോ വരികളിലും ആ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. എല്ലാവരും ഇഷ്ടമായിച്ചാൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യും.